أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പുതുവർഷവുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും നടന്നു വരികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ ഓരോ മേഖലകളിലും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും അല്ല അതിൽ നിന്നുണ്ടായിട്ടുള്ള മെച്ചം, കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ഗുണപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് സാമൂഹിക രംഗത്തുള്ള എല്ലാ പാർട്ടുകളും, അത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംവിധാനങ്ങളും, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലും മറ്റ് അച്ചടക്കവുമായി ബന്ധപ്പെട്ട രംഗങ്ങളെ കുറിച്ചൊക്കെ എന്ന് ഓരോന്നായി പറയേണ്ടതില്ല, എല്ലാ വിഷയങ്ങളിലും. കഴിഞ്ഞ 24-ൽ 23-ലില്ലാത്ത എന്തെല്ലാമൊക്കെയാണ് 24-ൽ രൂപപ്പെട്ടു വന്നത് എന്നും അതിൻ്റെ കുറ്റവും കുറവും ഒക്കെ ഇങ്ങനെ കൂലങ്കഷമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തു പോകാം, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാം എന്നതിനേക്കാൾ ഉപരി ഒരു വിശ്വാസി ഒരിക്കലും അവനെ ഇന്നലകളിൽ തളച്ചിടാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇന്നലകളിൽ തളച്ചിട്ട ഒരു അവസ്ഥയിൽ അതിൽ മാത്രം ചുരുക്കി അതിനെക്കുറിച്ച് മാത്രം ചർവട നടത്തി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്നതല്ല പരിശുദ്ധ ഇസ്ലാം ഇതിനെ കാണുന്നത്. ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഇഹ്യായിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഇന്നലെ അത് സുഖമായിരിക്കട്ടെ ദുഃഖമായിരിക്കട്ടെ അതിനെക്കുറിച്ച് ആലോചിച്ച് മനുഷ്യൻ തല പുണ്ണാക്കണ്ട, മറിച്ച് അടുത്ത നിമിഷം തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുക. അടുത്ത സെക്കൻഡിൽ ഞാൻ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിശബ്ദനായി പോകും. ആ നിമിഷങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഒരു വിശ്വാസി നടത്തേണ്ടത് എന്നും അതേപോലെ തന്നെ സമയത്തിൻ്റെ സന്തതികളായി നമ്മൾ മാറണമെന്നതുമാണ് ഗസാലി ഇമാമിൻ്റെ വീക്ഷണം. ഖുർആൻ ആ ഒരു ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട്. കാലത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് കാലം സ്പർശിക്കാത്ത ഒരു സംഭവം ഈ ലോകത്ത് നടക്കുന്നില്ല. അത് ഭൂതമാണെങ്കിലും വർത്തമാനമാണെങ്കിലും ഭാവിയാണെങ്കിലും ഒക്കെ കാലത്തെ തൊട്ടുകൊണ്ടാണ്, അതിനെ സ്പർശിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇങ്ങനെ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നതും
കാലം തന്നെയാണ് സത്യം, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ലഫീ ഖുസ്ർ എന്നതിനൊരു പ്രത്യേക അർത്ഥം മനുഷ്യൻ തീരാ നഷ്ടത്തിൽ തന്നെയാണ് എന്നാ. അത് അറബി വ്യാകരണ നിയമം അനുസരിച്ച് സത്യം ചെയ്ത് പറയുന്ന ഒരു വാചകമാണത്. ഇന്ന എന്ന് പറഞ്ഞാൽ തന്നെ അത് ശക്തമായ നിലയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനുപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് അല്ലെങ്കിൽ ഒരു പദമാണ് ഇന്ന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഖുർആൻ ഉദ്ധരിക്കുന്ന ആ പദത്തിൽ പറയുന്ന ലഫി, ലഫി, വീണ്ടും ലാമുൽ ഖസ്മാണ്. ലാമുൽ ഖസ്മ എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി, സത്യം പറയാൻ വേണ്ടി പറയുന്ന ഒരു പദമാണ് ലാം എന്ന് പറയുന്നത്. അവിടെ വീണ്ടും അള്ളാഹു പ്രയോഗിച്ചു ലഫി. അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെ? ഇന്നൽ ഇൻസവൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും. വീണ്ടും ലഫി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ. ഖുസ്റൻ, അവൻ നഷ്ടത്തിലാണ്. എത്ര വ്യക്തമാണ്! ഇത് കാലത്തെയാണ് വിളിച്ച് സത്യം ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലം സ്പർശിക്കാത്ത, കാലം തൊടാത്ത ഒരു സംഭവവും ലോകത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് ആ കാലം നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുന്നതിനപ്പുറം അടുത്ത ഒരു നിമിഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച്, അതിനെക്കുറിച്ച് മനനം ചെയ്ത്, അതിനെക്കുറിച്ച് പഠിച്ച് നമ്മെ ഒരു മനുഷ്യനായി, ഒരു മനുഷ്യൻ്റെതായ അവസ്ഥകളിലേക്ക് നമ്മെ രൂപപ്പെടുത്തിയെടുക്കണം. അതാണ് ഈ ഖുർആനിക സൂക്തങ്ങളിലും ബോധ്യപ്പെടുത്തുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ആരൊക്കെയാണ് രക്ഷപ്പെടുക? ആർക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഖുർആൻ വളരെ പച്ചയായി നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇല്ലല്ലദീന ആമനു, ഒന്ന് വിശ്വസിക്കുക എന്നതാണ്. വിശ്വാസികൾ രക്ഷപ്പെടും. വഅമിലുസ് സാലിഹാത്തി, വിശ്വസിച്ചാൽ മാത്രം പോരാ, കർമ്മഫലങ്ങൾ, അവന്റെ കർമ്മ പ്രവർത്തനങ്ങൾ, അവന്റെ കർമ്മങ്ങൾ അത് രൂപപ്പെടുത്തിയെടുക്കണം. അത് അമലുസ് സാലിഹാത്തുകളായി മാറണം. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ടത്. അതിനടിസ്ഥാനപരമായി വിശ്വാസം രൂപപ്പെട്ടു വരണം എന്നർത്ഥം. അതേപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് രണ്ടും രൂപപ്പെട്ടു വന്നാൽ പിന്നെ വിശ്വാസവും കർമ്മവും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയിൽ നിന്ന് പിന്നെ ഉണ്ടാകേണ്ടത് എന്താ? വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ക്ഷമ കൊണ്ട്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യണം. അതിനിന്ന് സാധ്യമാണോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു പുതുവർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, ലോകർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നാം ചിന്തിക്കേണ്ടത് ഖുർആൻ മുൻപിൽ വെക്കുന്ന കാലം, ആ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ നമ്മളോട് വിളംബരം നടത്തുന്ന ഒരു കാര്യം. ഇവിടെ സത്യം, ധർമ്മം, നീതി ഇത് പറയാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുവാനോ ഇവിടെ ആളുകൾ ഉണ്ടോ ഇല്ലേ? അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇവിടെയാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടത്. നമ്മൾ ജനുവരി മാസം പിറന്നപ്പോ നമ്മൾ എന്താ ആകെ കൂടി ചെയ്തത്? നമ്മളെ വീട്ടിലുള്ള കലണ്ടർ ഒന്ന് എടുത്തു മാറ്റി, ഓഫീസുകളിലുള്ള എല്ലാ കലണ്ടറുകളും ഒന്ന് എടുത്തു മാറ്റി പുതിയ ഒരു കലണ്ടർ അവിടെ സ്ഥാപിച്ചു. ഇല്ലേ? നമ്മുടെ ഉപകരണങ്ങളിലൊക്കെ നമ്മൾ ടൈപ്പ് എല്ലാം മാറിയതും ഓട്ടോമാറ്റിക്കലി മാറി വന്നതും മാറ്റേണ്ടത് മാറ്റിയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ തുടരുകയാണ്. നമ്മൾ അതിങ്ങനെ നടത്തി വരികയാണ്. എല്ലാവർക്കും ഒരു ചെറിയ ഒരു പരിതപിക്കൽ ഉണ്ട്. എന്താ പരിതാപം എന്ന് പറയുന്നത്? എത്ര പെട്ടെന്നല്ലേ, എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോയത് അല്ലേ? ഇന്നലെയല്ലേ നമ്മൾ 2024 ഇതുപോലെ ചർച്ച ചെയ്തത് ഇല്ലേ? എത്ര വേഗമാണ് നമ്മളിൽ നിന്ന് ഇത് കൊഴിഞ്ഞു പോയത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിഷമം നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഹ്രസ്വകാലം, നമ്മൾ ഈ പറയുന്ന ഹ്രസ്വകാലം എത്ര വേഗം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആ ഒരു ചെറിയ കാലയളവ്,
അത് യഥാർത്ഥത്തിൽ നാം ഉപയോഗപ്പെടുത്തിയോ ഇല്ലേ? നമ്മൾ അതിനുത്തരം കണ്ടെത്തിയാൽ മതി. പോയ വർഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ആ കഴിഞ്ഞു പോയ ചെറിയ കാലം അത് എനിക്കത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചോ എന്നതാണ്. ഏറെക്കൂടി നമ്മൾക്ക് ചർച്ച ചെയ്താൽ നമുക്ക് നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർധനവുണ്ടായിട്ടുണ്ട് എന്നത് ഒരു പരിധിവരെ നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാം. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. വർത്തമാന കാലത്ത് ഇതിനെല്ലാം വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, വാർത്താവിനിമയ രംഗങ്ങളിൽ, മീഡിയ രംഗത്തും ഒക്കെ വലിയ വിപ്ലവം തന്നെ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണ രംഗത്ത് അതിനേക്കാൾ അപ്പുറമുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഭിമാനത്തോടു കൂടി, ഒരു പരിധിവരെ അഹങ്കാരത്തോടു കൂടിയൊക്കെ പറയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ ഈ കഴിഞ്ഞു പോയ ഹ്രസ്വകാലം, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഒരു തിരിച്ചുവിളി വരാനുണ്ടെന്ന് വിശ്വസിക്കുന്ന, തീർച്ചയായും എനിക്ക് മടങ്ങിപ്പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അവൻ ഈ കഴിഞ്ഞ കാലം എന്തിനെ ഉപയോഗപ്പെടുത്തി, ഏത് രീതിയിൽ അതെനിക്ക് പ്രയോജനമുണ്ടാക്കാൻ സാധിച്ചു എന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പലതും ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പല പുരോഗതികളെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ അത് ഒരു പരിധിവരെ മുൻകാലങ്ങളിൽ നിന്നും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റുകൾ ഇപ്പോൾ പുറത്തു വരും, പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം ആ രംഗത്ത് കൂടുതൽ എത്രമാത്രം വർധനവുണ്ടായി എന്നത് വരാൻ പോകുന്ന കണക്കുകളാണ്. അതുമാത്രമല്ല, കൊലപാതകങ്ങൾ, അതിക്രൂരമായ കൊലപാതകങ്ങൾ, അതെന്തുമാത്രം ആ രംഗത്ത് വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളും അതേപോലെ തന്നെ പിഞ്ചുകുട്ടികളും വരെ എന്തുമാത്രം ക്രൂരമായ പീഡനങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഈ 2025 ഒരു 2 ദിവസം മുമ്പ് വരെയുള്ള മദ്യവിൽപ്പനയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ആ കണക്ക്? നമ്മൾ അറിയണം. നമ്മുടെ തലമുറ കുടിച്ചു തീർത്തതാ. ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു കാലയളവിലും അതേപോലെ തന്നെ ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് 713 കോടിയാണ് കേരളം കുടിച്ചു തീർത്തത് എന്ന കണക്ക് പുറത്തു വരുമ്പോ നമ്മൾ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ അറിയണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15 കോടിയാണ് ഈ ഒരു ദിനത്തിൽ വർധനവുണ്ടായിട്ടുള്ളത്. ഒരു ദിവസം അവസാനത്തെ ഈ 2025 ഡിസംബർ 31 ആ കണക്ക് 108 കോടിയാണ് കേരളത്തിൽ കുടിച്ചു തീർത്തത്. നമ്മൾ അറിയണം ഈ കണക്കുകൾ. എന്തിനാ നമ്മൾ അറിയുന്നത്? നമ്മൾ അറിയുന്നത് എന്താ? നമ്മുടെ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു, നമ്മുടെ മക്കൾ എവിടേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയിൽ അര ദിവസം കുടിച്ചു തീർത്തത് 318 കോടിയാണ്. അതും നമ്മൾ അറിയണം. ഞാൻ സൂചിപ്പിക്കുന്നത്, രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ അറിയുമ്പോ സങ്കടം വേണ്ടേ? നമ്മൾക്ക് സങ്കടം വേണ്ടേ? നമ്മുടെ മക്കൾ കുടിച്ചു തീർക്കുന്ന കണക്കായി പറയുന്നത്. അറിയുമോ? 1059 സ്കൂളുകൾ ഇന്ന് ഏറ്റവും പുതിയ കണക്കാ. കേരളത്തിലെ 1059 സ്കൂളുകൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ജില്ല തിരിച്ച് കണക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ല 80ഓളം സ്കൂളുകൾ ആ ലിസ്റ്റിലാ. 18 വയസ്സിന്റെ മുകളിലുള്ളവരും താഴെയുള്ളവരുടെയും വ്യത്യസ്തമായ കണക്കുകൾ. MDMA പോലെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കണക്കുകളും 18 മുകളിലുള്ളവർക്ക് മദ്യത്തെ അവരെ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ കണക്കുകൾ ഉൾപ്പെടെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മളെ ഒരു പുതിയ വർഷം വരുമ്പോ എന്ത് പുരോഗതിയാണ് ഈ രാജ്യത്തുണ്ടാകുന്നത്, നമ്മുടെ ആളുകളിൽ ഉണ്ടാകുന്നത്? നമുക്കൊരു വേദന വേണ്ടേ? നമ്മുടെ മക്കൾ സ്കൂളുകൾ വേണോ വേണ്ടേ? നമ്മുടെ മക്കൾ ഇനി സ്കൂളിലേക്ക് പറഞ്ഞയക്കണോ അയക്കണ്ടേ? ഇന്നതിനെ കുറിച്ച് പോലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്,
ഇവിടെ നമ്മൾ അറിയുന്നത്, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കയറി വരുമ്പോ ആണും പെണ്ണും ഇല്ലേ, 18 മുതൽ 20ഉം 22ഉം വയസ്സായ പെൺകുട്ടികൾ അങ്ങാടികളിലൂടെ നടന്നില്ലേ കഴിഞ്ഞ ദിവസം? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളല്ലേ അങ്ങാടികൾ ചെലവഴിച്ചത് ദിവസം ഒരു രാത്രി മുഴുവനും? എന്തേ നമ്മൾക്കൊരു വേദനയില്ലാത്തത്? ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കതൊരു തമാശയാണ്. എന്നാൽ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാ. അല്ലാഹു പറയാ, തീർച്ചയായും നാം ജനങ്ങളെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. നാം അറിയും ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുള്ളത് വളരെ കൃത്യമായി വിലയിരുത്തുന്നവനാണ് നമ്മൾ. അള്ളാഹുവാണ് പറയുന്നത്. എന്നാൽ അവന്റെ കണ്ഠനാടിയേക്കാളും ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ് നാം. അള്ളാഹുവാണ് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട വിഷയം എന്താ? പ്രധാനമായും 3 കാര്യങ്ങളാ. ഒന്ന്, സ്വന്തത്തെക്കുറിച്ചുള്ള ആലോചനകൾ. ഞാൻ എവിടേക്കാണ് ഈ പോകുന്നത്? എന്റെ ബാധ്യതകൾ എന്താണ്? എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. രണ്ടാമതായി, തന്നെ സൃഷ്ടിച്ച, തന്നെ സംരക്ഷിക്കുന്ന, തനിക്കെല്ലാം നൽകി വരുന്ന തന്റെ റബ്ബിനോട് എനിക്കുള്ള ബാധ്യത, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത. ഇതാണ് രണ്ടാമതായി ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ ഉത്തരവാദിത്തം എന്താ? താൻ ജീവിക്കുന്ന തന്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. ഈ 3 ബാധ്യതകളും നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ? ഇതിനുത്തരം കണ്ടെത്തിയാൽ മതി, പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. തീർച്ചയായും ഇത്രയും കടമകൾ നിർവഹിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇത് ഓർമ്മ വരണമെങ്കിൽ, ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് അവന് ചിന്ത വരണമെങ്കിൽ അവൻ ഖുർആനിലേക്ക് മടങ്ങിപ്പോകണം. ഖുർആൻ പഠിക്കാൻ അവൻ തയ്യാറാകണം. അള്ളാഹുവിനെ അറിയാൻ അവൻ തയ്യാറാകണം. ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളത്തെ കുറിച്ചുള്ള അവന്റെ അവസ്ഥകളെ കുറിച്ച് അവൻ അറിയില്ല. നാളെ അവന്റെ സമ്പാദ്യം എന്താകണം എന്നതിനെ കുറിച്ച് അവൻ അറിയുന്നില്ല. അത് ചിന്തിക്കേണ്ടവനല്ലേ മനുഷ്യൻ? വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളെ എന്നെ രക്ഷപ്പെടുത്താൻ, എനിക്ക് രക്ഷ കിട്ടാൻ എന്താണ് ഞാൻ ചെയ്തത് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. എങ്കിലേ അവനിൽ നിക്ഷിപ്തമായ കടമകളെ കുറിച്ച് അവന് ബോധ്യമുണ്ടാകൂ. പോരാ, വമാ തദ്രി നഫ്സുൻ, ഒരു മനുഷ്യനും അറിയില്ല ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് കടത്തിണ്ണയിൽ കിടന്നിട്ടാണ്, ഏത് റെയിൽവേ സ്റ്റേഷനിന്റെ കരക്കാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് അന്ത്യം സംഭവിക്കുക എന്ന് അവൻ അറിയില്ല. ഈ ഒരു യാഥാർത്ഥ്യം അറിയില്ല എന്ന ഒരു ബോധ്യമുണ്ടല്ലോ, ആ ഒരു ചിന്തയെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. അതില്ലെങ്കിൽ അവനെ സംബന്ധിച്ച് പിന്നെ എന്താ പറയാ? അതാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യനാണോ 2-3 കാര്യങ്ങളിൽ അവൻ തീർച്ചയായും ബോധ്യം വന്നേ പറ്റൂ. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എവിടേക്ക് പോകണം, ഈ ഒരു ചിന്ത. എന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, ആ റബ്ബിന് ഞാൻ ചെയ്യേണ്ട ബാധ്യത എന്താണ്, അതവൻ അറിഞ്ഞിരിക്കണം. ഇത് അറിയാത്തിടത്തോളം കാലം പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മരണശേഷം മരിക്കുമെന്നത് ഉറപ്പ്. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നറിയില്ല, അത് ശരി. എന്നാൽ മരണശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കണം. അത് സ്വന്തം ഓരോരോ മനസ്സിനും അത് ബോധ്യപ്പെടുത്തണം, അത് ബോധ്യം വരണം. എങ്കിലേ ഈ കടമകളിലേക്ക് അവൻ കടന്നു വരികയുള്ളൂ. ഖുർആൻ പറഞ്ഞു, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. എടോ, നീ കളിക്കേണ്ടിടത്തോളം കളിച്ചു, ഒരു സമയം വരുമ്പോ നീ മരണത്തിന് വിധേയമാവുക തന്നെ ചെയ്യും. തീർന്നില്ല. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. വീണ്ടും ഒരു പുനർജന്മമുണ്ട്, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് അവൻ കയറി വരണം. വീണ്ടും ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്, ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുണ്ടല്ലോ,
എല്ലാ കാര്യങ്ങളും ഞാൻ ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ, എൻ്റെ ഉപ്പ കാണാതെ, എൻ്റെ ഉമ്മ കാണാതെ, അല്ല എൻ്റെ ഭാര്യ കാണാതെ, അല്ല എൻ്റെ ഭർത്താവ് കാണാതെ, അതുമല്ല സമൂഹത്തിൽ ഒരാളും കാണാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത പല സംഗതികളുമുണ്ട്. അള്ളാഹു മറച്ചു വെച്ച കാര്യമാണ്. അള്ളാഹു തന്റെ അടിമയോട് കാണിക്കുന്ന ഔദാര്യത്തിന്റെ ഭാഗമാണത്. അള്ളാഹു എങ്ങാനും അത് വെളിവാക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുകൂടി നമ്മൾ അറിയണം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ചെയ്യുന്ന ഓരോ സംഗതികളും വളരെ കൃത്യമായി നാളെ തുറന്നു വെക്കപ്പെടും എന്ന ഒരു കൃത്യമായ സത്യത്തിലേക്ക്, ആ ബോധ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, അല്ലാഹു എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, കണ്ടും കാണാതെയും ചെയ്തു പോയ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. അള്ളാഹു അത് വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി അതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. പക്ഷേ വനസൂഹു, ചെയ്ത ആളുകൾ അതിനെക്കുറിച്ച് മറന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിനോടത് മറന്നിട്ടില്ല. അള്ളാഹു ഏൽപ്പിച്ച ആളുകൾ ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്. അള്ളാഹു തആല ഓരോന്നും വളരെ വളരെ ക്ലിയറായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ഈ കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവി അതേതൊരു പരീക്ഷണത്തിലേക്കാണ് അള്ളാഹു തിരിച്ചുവിടുക എന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യവും രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം, സമൂഹത്തോടുള്ള ബാധ്യതകൾ, ഇതെല്ലാം വളരെ കൃത്യമായി നിർവഹിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിച്ച് വിനയാന്വിതമായ അടിമകളായി ജീവിക്കാൻ തയ്യാറാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. റജബ് കഴിഞ്ഞാൽ ഷാബാൻ, അത് കഴിഞ്ഞാൽ റമദാൻ. റജബ് മാസം പവിത്രമായ ഒരു മാസമാണ്. അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങൾ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ, 12 മാസങ്ങളാണ്. വമിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രമാണ്. അതിലൊരു മാസമാണ് റജബ്. റജബ് മാസം ഒരു മുന്നൊരുക്കത്തിൻ്റെ മാസമായി കണക്കാക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മുന്നൊരുക്കം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മാസത്തിലേക്കുള്ള ഏറ്റവും പവിത്രമായ മാസങ്ങളുടെ പോലെ, ഈ പവിത്രമായ മാസങ്ങളെപ്പോലെ തന്നെ പരിശുദ്ധമായ റമദാൻ വരാനിരിക്കുന്നു എന്നതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇത്രയും നേരം ആവർത്തിച്ചു പറഞ്ഞതും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശുദ്ധമാക്കാൻ, ജീവിതത്തെ ചീഞ്ഞളിഞ്ഞ അവസ്ഥകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ ഈ റജബ് മാസം. അങ്ങനെയാണ് നമ്മൾ ആ റജബ് മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്യാൻ ഈ റജബ് മാസം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി നമ്മൾക്ക് ഹദീസുകളിൽ കാണാം. എന്നാൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയോ, ഇന്ന് സോഷ്യൽ മീഡിയ റജബ് പിറന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഓരോരുത്തരുടെയും വകയായിട്ടുള്ള പുതിയ പുതിയ പ്രാർത്ഥനകൾ, റജബ് 1 മുതൽ 30 വരെ നിരന്തരമായി ഇങ്ങനെ ചൊല്ലാനുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെയൊന്നുമില്ല.
അങ്ങനെ ഒരു പ്രാർത്ഥന പ്രത്യേകമായി റജബിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് പറയുന്ന ഒറ്റ വാറോല ഹദീസ് പോലും കാണാൻ സാധ്യമല്ല. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ പ്രത്യേകമായ ഉംറ റജബിൽ മാത്രം പരസ്യം ചെയ്ത് റജബിലെ ഒരു ഉംറ എന്ന് പറഞ്ഞ ആളുകളെ അങ്ങനെ ഉള്ള ഒരു രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഉംറ പോലും റജബ് മാസത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ഇതിന് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു പ്രത്യേകമായ ഒരു അറവ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അന്ന് പ്രത്യേക റജബിൽ ഒരു അറവ്. ഇനി മുമ്പ് ചെയ്യേണ്ട ഒരു സംഗതി ചെയ്യാൻ ബാക്കിയായി പോയത് റജബിൽ ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സുന്നത്ത് കർമ്മം നിർവഹിക്കലോ പ്രത്യേകമായ ഒരു നോമ്പ് ഈ റജബിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആകെ കൂടി എല്ലാ മാസവും അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ എത്ര നോമ്പുണ്ട്? എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് സുന്നത്തായ നോമ്പുകളാണ്. അറബി മാസത്തിലെ 3 നോമ്പ് എല്ലാ മാസവും ഉണ്ടല്ലോ. അയ്യാമുൽ ബീദിന്റെ നോമ്പ് 3 മാസത്തിൽ നോമ്പ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും 2 വീതം കണക്ക് കൂട്ടിയാൽ 8, മാസത്തിലെ 3, 11 നോമ്പ് അങ്ങനെ തന്നെ കിട്ടാനുണ്ട്. ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ നമ്മളാരും ചെയ്യലില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇല്ലാത്ത നോമ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമില്ലല്ലോ. അപ്പം റജബിൽ പ്രത്യേകമായ ഒരു നോമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകമായ ഒരു നമസ്കാരം ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സലാത്തു തർഹീബ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അവനവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനുള്ളൊരു നിസ്കാരം. അത് കിടന്നോട്ട റജബിൻ്റെ പറ്റിൽ എന്ന് വിചാരിച്ചിട്ട് അത് റജബിലേക്ക് നീക്കി വെച്ചിട്ട് അന്നൊരു നിസ്കാരം ഇല്ല. അവനാൻ ചെയ്യുന്ന കാര്യം ഫർളായ നിസ്കാരവും മറ്റ് സുന്നത്ത് നോമ്പ് ചെയ്താൽ തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ അല്ലാഹ് പൂർത്തിയാക്കി തരും, അതിലൊരു സംശയമില്ല. പിന്നെ ഇല്ലാത്തത് ചെയ്ത് കൂട്ടേണ്ട ഒരു പ്രശ്നവും അതിലില്ല. അതിനൊരു തെളിവോ ഇസ്ലാമിൽ ഇല്ലാത്ത സംഗതി. അപ്പോൾ ഞാൻ ആകെ കൂടി മനസ്സിലാക്കുന്നത് അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള കൃത്യമായ സുന്നത്തായ സംഗതികൾ, അത് ചെയ്ത് സ്വർഗം നേടാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആകെ കൂടി പറഞ്ഞത് അമ്മ സൗമു റജബിൻ മഖ്സൂസ, ഈ റമദാൻ മാസത്തെ പോലെ റജബ് വേറെ ഒരു പുതിയ സംഭവം ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് കയറി വന്നത് 90 നോമ്പാണ്. 90 ഹോൾസെയിലായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചില്ല. 90 നോമ്പ്, അതായത് റജബിൽ 30, ഷഅബാനിൽ 30, റമദാനിൽ 30. എന്നാൽ പിന്നെ ബാക്കിയുള്ള മാസം കൂടി അതങ്ങ് നിശ്ചയിച്ചാൽ മതിയല്ലോ, ആ പൂർത്തിയായില്ലേ. ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പണിയില്ലാതെ ഒരു ജോലിയില്ലാതെ കുറച്ച് ആൾക്കാരുണ്ട്. അതിങ്ങനെ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക. അതങ്ങോട്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചോളി. ഇന്നലെ ഒരാൾ പറഞ്ഞിരിക്കണേ, ഞാൻ 37 കോടി സ്വലാത്താണ് ചൊല്ലിയത്. 37 കോടി. അതോടുകൂടി 37 കോടി പൂർത്തിയായപ്പോൾ റസൂലിൻ്റെ അടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു എന്നാ. ഇയാൾ മുമ്പ് റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഒറ്റ ചോദ്യം അതിനെക്കുറിച്ചുള്ളൂ. ഇയാൾ ഇങ്ങോട്ട് റസൂലിനെ കാണുക, 37 കോടി. ഇങ്ങനെ ആളുകളെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ഇങ്ങനെ അത് കൊണ്ടുപോയി ഏത് പടുകുഴിയിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? ഇവർക്കൊന്നും ഒരു ജോലിയില്ല. യഥാർത്ഥമായ ഇസ്ലാം, അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ഇങ്ങനെ മനുഷ്യനെങ്ങനെ ഇടങ്ങേറാക്കുന്നതാണോ ഇത് എന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ വശങ്ങൾ പഠിക്കാൻ പോലും ആളുകൾ തയ്യാറാവാതെ ഇമ്മാതിരി കുറേ കയറി വന്നിട്ട് അങ്ങോട്ട് വിളമ്പുക. എന്തൊരു സങ്കടകരമാണ് എന്ന് നമ്മൾ അറിയണം. അമ്മ സൗമു റജബ് മഖ്സൂസ ഫഅഹാദീസുഹാ കുല്ലുഹാ ലൈഫ. എല്ലാ വാറോലകൾ ഇറാനിൽ നിന്ന് ഷിയാക്കൾ ഉണ്ടാക്കിയ ഈ ജാതി മാറാല പിടിച്ച ഹദീസുകളാണ്. എന്ന് ബത്തക്ക തിന്ന സ്വർഗത്തിലാണെന്ന് പോലും പറഞ്ഞ ഹദീസുകളുണ്ട്. ഒരു ബത്തക്ക തിന്ന സ്വർഗത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കയറി വന്ന ഹദീസുകൾ, ഇത് കുല്ലുഹാ ലൈഫുൻ, എല്ലാം ലൈഫാണ്. ബൽ അല്ല, അതൊക്കെയും മൗദൂഅ, കെട്ടിയുണ്ടാക്കിയതാകുന്നു എന്ന് തൻ്റെ വിഖ്യാതമായ മജ്മുഉൽ ഫത്താവയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തി മുഅ്മിനായി ജീവിക്കാൻ, അങ്ങനെ ഒരു മുത്തഖിയായി മുഅ്മിനായി ഈ ലോകത്തോട് വിട പറയാൻ
അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു തആല വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വേദനകൾ കടിച്ചമർത്തി വീടുകളിലും ആശുപത്രികളിലൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. വല്ലാത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അള്ളാഹു തആല അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള ഓരോ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും മയ്യത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ മാത്രമേ ഇപ്പം നമ്മൾക്ക് സമയമുള്ളൂ. അങ്ങനെ ആളുകൾ മരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തിൽ നമ്മെയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.